20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. വണ്ടൂരിനെ ആവേശക്കടലിലാക്കി പരസ്യപ്രചാരണത്തിന് സമാപ്തി. മണ്ഡലത്തിന്റെ സ്ഥിരാകേന്ദ്രമായ വണ്ടൂർ ടൗണിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് തങ്ങളുടെ കരുത്തറിയിക്കാൻ അണിനിരുന്നത്. പ്രധാന പാതകളെല്ലാം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞതോടെ വണ്ടൂർ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. തുടിക്കുന്ന താളമേളങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ആകാശമുയരുന്ന കൊടിതോരണങ്ങൾ, വണ്ടൂർ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ജനമുന്നേറ്റത്തിനാണ് വണ്ടൂർ ടൗൺ സാക്ഷിയായത്. ടൗണിലെ ഓരോ പ്രധാന റോഡുകളും ഓരോ മുന്നണികൾ കൈയടക്കിയതോടെ മണ്ഡലം ആവേശത്തിന്റെ മുൾമുനയിലായി. വണ്ടൂർ ടൗണിൽ നിന്നും കാളികാവ് റോഡിലായിരുന്നു UDF പ്രവർത്തകരുടെ വൻ നിര അണിനിരുന്നത്. തങ്ങളുടെ ശക്തിദുർഗം കാത്തുസൂക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായി നീലക്കടൽ തീർത്തായിരുന്നു പ്രവർത്തകരുടെ പ്രകടനം. മാറ്റത്തിന്റെ മുദ്രാവാക്യങ്ങളുമായി മഞ്ചേരി റോഡിൽ LDF പ്രവർത്തകർ കേന്ദ്രീകരിച്ചു. ചുവപ്പൻ വസന്തം തീർത്ത പ്രവർത്തകർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വണ്ടൂരിനെ ഇളക്കിമറിച്ചു. വണ്ടൂർ ടൗണിലെ നിലമ്പൂർ റോഡിലായിരുന്നു NDA പ്രവർത്തകർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത്. കാവിപ്പടയുടെ ആവേശകരമായ മുദ്രാവാക്യങ്ങൾ കൊട്ടിക്കലാശത്തിന് മാറ്റുകൂട്ടി. പ്രവർത്തകരുടെ ഈ ആവേശം വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. ആയിരക്കണക്കിന് പ്രവർത്തകർ ഒരേ സമയം ടൗണിലേക്ക് ഒഴുകിയെത്തിയതോടെ വണ്ടൂരിൽ ഗതാഗതം നേരിയ തോതിൽ തടസ്സപ്പെട്ടു. സമാധാനപരമായ കൊട്ടിക്കലാശം ഉറപ്പാക്കാൻ വൻ പോലീസ് സന്നാഹവും CISF യൂണിറ്റും ടൗണിലുടനീളം നിലയുറപ്പിച്ചു. പരസ്യപ്രചരണത്തിന്റെ ആവേശം അവസാനിച്ചതോടെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഘട്ടം. വണ്ടൂരിന്റെ മനസ്സാർക്കൊപ്പമെന്നറിയാൻ ഇനി വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കാം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.